പൊന്നാനിയിലെ ഉയർന്ന പോളിംഗിൽ പ്രതീക്ഷയർപ്പിച്ചിരിക്കുകയാണ് ഇടതു വലതു മുന്നണികൾ. ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രങ്ങളായ 3 മണ്ഡലങ്ങളിൽ മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ച് പോളിംഗ് കുറഞ്ഞതാണ് ഇവിടെ ചർച്ചയാകുന്നത്. ഇത് ഇടതുപക്ഷത്തിന് തിരിച്ചടിയാണെന്ന് UDF പറയുമ്പോൾ ആ മണ്ഡലങ്ങളിലെ കോൺഗ്രസ് വോട്ടുകളാണ് പോൾ ചെയ്യാത്തതെന്നാണ് CPM അഭിപ്രായപ്പെടുന്നത്. 74.98% വോട്ടുകളാണ് പൊന്നാനിയിൽ ഇത്തവണ പോൾ ചെയ്തത്. 2014 ഇത് 73.81 2009 77.17 പോളിംഗ് ഉയർന്നതിന്റെ മെച്ചം ഇരുകൂട്ടരും അവകാശപ്പെടുമ്പോൾ ശ്രദ്ധ മുഴുവൻ 3 നിയമസഭാ മണ്ഡലങ്ങളിലെ കണക്കുകളിലേക്കാണ്. ഇടതുപക്ഷം ആധിപത്യം അവകാശപ്പെടുന്ന പൊന്നാനി, തവനൂർ, തൃത്താല മണ്ഡലങ്ങളിലേക്ക് 71.86, 74.54, 75.8 എന്നിങ്ങനെയാണ് ഇവിടങ്ങളിലെ പോളിംഗ് ശതമാനം. ലീഗ് പ്രതീക്ഷയർപ്പിക്കുന്ന കോട്ടയ്ക്കൽ, തിരൂർ, താനൂർ, തിരൂരങ്ങാടി എന്നിവിടങ്ങളിലെ പോളിംഗ് ശതമാനം യഥാക്രമം 75.74, 75.04, 77, 74.88 എന്നിങ്ങനെ. പാർട്ടി വോട്ടുകളെല്ലാം പെട്ടിയിൽ വീണെന്നും കോൺഗ്രസ് വോട്ടുകളാണ് പോൾ ചെയ്യാത്തത് എന്നുമാണ് ഇക്കാര്യത്തിൽ ഇടതുമുന്നണിയുടെ വിശദീകരണം. കോൺഗ്രസിൻ്റെ വോട്ട് അടിയൊഴുക്കിൽ പോലും മാത്രമല്ല, കോൺഗ്രസിൻ്റെ വോട്ടർമാരെ പൂർണ്ണമായി പോൾ ചെയ്യിക്കാനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇക്കാര്യം മുസ്ലിം ലീഗ് തള്ളുന്നു. പെട്ടിയിൽ വീഴാത്തത് ഇടതുപക്ഷ വോട്ടുകൾ തന്നെ. അവരുടെ കേന്ദ്രങ്ങൾ വോട്ടിംഗ് കുറഞ്ഞാൽ അത് എഫക്റ്റ് ചെയ്യുക അവരെയാണ്. പോളിംഗ് ശതമാനം കൂടുന്നത് UDFന് ഗുണമാകുമെന്ന് 2009 കണക്ക് മുന്നിൽ വെച്ച് വിശദീകരിക്കുകയാണ് മുസ്ലിം ലീഗ്. അന്ന് 77.17% പോൾ ചെയ്തപ്പോൾ ലീഗിന്റെ ഭൂരിപക്ഷം 82,000 കവിഞ്ഞു. 2014 73.81 പോളിംഗ് ശതമാനം കുറഞ്ഞപ്പോൾ ഭൂരിപക്ഷം 25,000 ചുരുങ്ങി. പൊന്നാനിയിൽ ആരുടെ വോട്ടാണ് പെട്ടിയിൽ വീഴാതെ പോയത്? ഇടതുപക്ഷത്തിൻ്റെയോ അതോ അവർ ആരോപിക്കുന്ന പോലെ കോൺഗ്രസിൻ്റെയോ? എന്തായാലും ഉത്തരം കിട്ടാൻ മെയ് 23 വരെ കാത്തിരിക്കാം. മലപ്പുറത്തു നിന്നും CV അനുമോദ്, News 18.